ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കൽ കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു റിമോട്ട് കൺട്രോൾ ബോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ നമ്മൾ പുഴയെടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞ് കുറേ താമസിപ്പിക്കണം, നേരെ വീഡിയോയിലേക്ക് ഇട്ടാലോ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമേ ഇതേപോലത്തെ ഒരു പേപ്പറിൻ്റെ പീസ് വേണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൻ്റെ ബോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു പേപ്പർ ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ ആ പേപ്പറിനെ രണ്ടായിട്ട് മടക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടായിട്ട് മടക്കി കഴിഞ്ഞിട്ട് നമുക്ക് എത്ര വലിയതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബോട്ട്, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം നമുക്ക് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന ബോട്ട് എത്ര വലുതാണോ എത്ര വേണം എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം കൃത്യ അളവൊന്നും പറയുന്നില്ല, കാരണം ഞാൻ അളവ് നോക്കിയിട്ടൊന്നുമല്ല എടുത്ത്, വെറുതെ ഇങ്ങനെ എടുത്തപ്പോൾ എത്ര വേണം, സൈസ് എത്ര വേണമെന്ന് വെച്ച് ഒന്ന് ഊഹിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതേ ഉള്ളൂ. അപ്പം ഞാൻ എടുത്തത് നിങ്ങൾക്ക് കാണാം. അപ്പം ഈ ഇത്ര സൈസിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ അപ്പോൾ മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പർ നോക്കി വെച്ചത്. അതായത് നമ്മൾ മടക്ക് വരുന്ന സ്ഥലത്താണ് നമ്മൾ മാർക്ക് എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ വീതിയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ 4 എടുക്കുമ്പം അത് ഓപ്പൺ ആക്കുമ്പോൾ 8 സെൻറ്റിമീറ്ററും. ഓക്കെ, അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത്രത്താണ് നമുക്ക് ബോട്ടിൻ്റെ ബോഡി വരേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത്, അതായത് ഇച്ചിരി കൂടെ കൂട്ടിയെടുത്ത് മാർക്ക് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൻ്റെ മുൻവശം ഇച്ചിരി ഇങ്ങനെ ഷാർപ്പായിരിക്കുമല്ലോ, അതായത് ഒരു കർവ് ഷേപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇച്ചിരിയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത്, അതായത് നീട്ടിയെടുത്ത് വരച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കാണാൻ മനസ്സിലാവും ഞാൻ എങ്ങനെ എടുത്തതെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആർക്ക് ഷേപ്പിൽ നിന്ന് പെൻസിലിൽ മാർക്ക് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവശം ഷാർപ്പായിട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ ആക്കിയെടുത്തു. ഇനി നമുക്ക് ഒരു കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു സിസർ എടുത്തു, അത് കത്രിക എടുത്തു, അത് വെച്ച് കട്ട് ചെയ്തു. അതായത് നമ്മൾ ലൈൻ ഇട്ട് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും. അതായത് കണ്ടോ, ബോട്ടിൻ്റെ മേൽവശത്തിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ അതെന്തിനാണ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തെർമോക്കോളിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തെർമോക്കോൾ എടുക്കുക. അപ്പോൾ അതിൻ്റെ മേളിൽ നമ്മളിത് കൊണ്ടോ ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പേപ്പറിനെ വെച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ വലിയ തെർമോക്കോലായതുകൊണ്ട്, അതായത് കട്ടി കൂടിയ തെർമോക്കോലായതുകൊണ്ട് ഞാൻ 2 പീസാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി അതല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ 4 പീസോ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ സെൻറ്ററിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു ബോക്സ് പോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് വെള്ളത്തിൽ കൂടെ പോകണമെങ്കിൽ നല്ല സ്മൂത്ത് ആയിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഒരു കണ്ടോ ആ പേപ്പറിലിട്ട് വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ വരും, കർവ് ഷേപ്പിൽ വരും. ഓക്കെ, കണ്ടോ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് കണ്ടോ ഇതൊരു നല്ലൊരു കർവാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ 2 പീസാണ് എടുത്തത്. അപ്പോൾ ആ 2 പീസിൽ നമ്മൾ ഒരുമിച്ച് ഒട്ടിച്ച് വെച്ചേക്കാണത്. ഫേക്കോൾ വെച്ചാണ് ഒട്ടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു സിറിഞ്ചാണ്. അപ്പോൾ സിറിഞ്ച് നമുക്ക് എന്താ വെച്ചാൽ മോട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടി അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു സൺലൈറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പ്ലാസ്റ്റിക്കിൻ്റെ സാധാരണ പീസായാലും കുഴപ്പമില്ല. അതിൽ 2 കണ്ടോ പേനയുടെ അതായത് ബോഡിയിൽ അത് കട്ട് ചെയ്ത് ഫെവിക്ക് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിനെ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വേറൊരു പീസും കൂടെ അങ്ങനത്തെ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ചെറിയൊരു കമ്പി, കെട്ടുകമ്പി അത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടോ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അതേപോലെ വളച്ചെടുക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഐഡിയ വെച്ച് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ കണ്ടോ ആ ഒരു ടർൺ ചെയ്യാനുള്ള മോഷൻ കിട്ടും. അത് ഫെവിക്കോൾ വെച്ച് ഞാൻ ബോട്ടിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സൈഡിൽ. അപ്പം മനസ്സിലായി കാണും, അത് ബോട്ടിനെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് സെർവോ. ഇതിപ്പം ഇതിനകത്ത് റിമോട്ട് കൺട്രോൾ ആക്കി എടുക്കാൻ വേണ്ടി ഒരു പഴയ ഒരു റിമോട്ട് കൺട്രോൾ കാറിൻ്റെ സർക്യൂട്ടാണ് ഇട്ടത്. അപ്പോൾ അന്നത്തെ തന്നെ കിട്ടിയാണ് ഈ സെർവോ.
അപ്പോൾ അതിലൊരു ബാൻഡ് എന്താ പറയുക, റബ്ബർ ബാൻഡ് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറങ്ങി കഴിഞ്ഞാലും ആ സെൻട്രൽ പൊസിഷനിൽ നിന്ന് തിരിച്ച് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടോ, ഞാൻ അപ്പോൾ അവിടെ ഒരു കമ്പി വെച്ച് പേനയുടെ ഇത് ഒട്ടിച്ച് കണ്ടോ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വളച്ച് വെച്ചിട്ടുണ്ട് കമ്പി. അപ്പോൾ നമുക്കത് തിരിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച പിന്നെ സൺലൈറ്റിൻ്റെ പീസ് തിരിയും. ഓക്കെ, ഇനി നമുക്ക് ബോട്ട് വെള്ളത്തിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫാൻ കറങ്ങണം. അപ്പോൾ നമുക്ക് ആ മോട്ടർ സെറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ ഞാൻ കട്ട് ചെയ്തെടുത്ത സിരിഞ്ച് പിന്നെ മോട്ടറും കൂടെ ഒട്ടിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റീലാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു മെറ്റൽ പീസ് എടുത്തിട്ടുണ്ട്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫാൻ ഉണ്ടാക്കണമെന്ന് ഇതല്ലെങ്കിൽ ഈ മിരിൻ്റെയുടെ ഒക്കെ ക്യാൻ വരില്ലേ, അപ്പോൾ അതിൻ്റെ അടിയിലത്തെ ബേസ് എടുത്താൽ ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കടയിൽ മേടിക്കാൻ കിട്ടും ഫാന്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ നോക്കിയെടുക്കുക. അപ്പോൾ ഒരു 8 പീസ് വരുന്ന പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാൻ പോലെ വളച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഫാനിൻ്റെ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മോട്ടർ കാറ്റ് ഇങ്ങോട്ട് തള്ളും. ഓക്കെ, അപ്പോൾ ബ്ലേഡ് ഉണ്ടാക്കുന്നതിന്, അതായത് ഫാൻ ഉണ്ടാക്കുന്നതിന് മനസ്സിലായി. ഇനി നമുക്കത് മോട്ടറിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഒരു 3 രൂപയുടെ പേനയില്ലേ, അപ്പോൾ ആ പേന എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കൈ കാണിച്ച അളവിൽ കട്ട് ചെയ്തെടുത്തു. അത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലേഡിൻ്റെ ഫാനിൻ്റെ സെൻറ്ററിൽ ഹോൾ ഇട്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് ഒരു സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് ആ പേനയുടെ ബാക്ക് വശത്തിലേക്ക് കയറ്റി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ റിമോട്ട് കൺട്രോൾ, അതായത് ട്രാൻസ്മിറ്ററും റിസീവറും. ഓക്കെ, ഇതാണ് റിസീവർ, റിമോട്ടാണ് ട്രാൻസ്മിറ്റർ. അപ്പോൾ ഇതൊക്കെ ഒരു പഴയ RC കാരണത്തിന് എടുത്തതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും കേട്ടോ, ഇങ്ങനത്തെ സാധനങ്ങൾ വേണമെങ്കിൽ. ഓക്കെ, അപ്പം മോട്ടറിൻ്റെ വയറിലേക്ക് ഒരു ക്ലിപ്പും സെർവോയുടെ മുകളിൽ ഒരു ക്ലിപ്പും ഉണ്ട്. അത് കണ്ടു. ഇപ്പോൾ ഞാൻ കുറച്ച് ചേഞ്ചസ് ചെയ്ത്, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ സെർവോ മോട്ടർ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് ബാക്ക് വശം ഇങ്ങനെ താന്നു പോകും. അപ്പോൾ അത് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ അങ്ങനെ ഉണ്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മറയാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ അത് മുമ്പോട്ട് കയറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് സപ്പോർട്ടിന് 2 എണ്ണം തെർമോക്കോളിൻ്റെ പീസ് തന്നെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തിരിയുമ്പം മറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ഈ പീസ് ഉണ്ടെന്ന് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നേരത്തെ പോലെ തന്നെ ആ കമ്പി കുറച്ച് നീട്ടമുള്ള കമ്പി വെച്ച് നേരത്തെ അതേ പ്രൊസീജിയർ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ റിസീവർ മോഡ്യൂൾ. അപ്പോൾ അതിനകത്തൊരു റീചാർജബിൾ ബാറ്ററി ഞാൻ സെറ്റ് ചെയ്തു. 3.7 വാട്ട്സിൻ്റെ ബാറ്ററിയാണത്. 2000 mAh-ൻ്റെ 2 ബാറ്ററിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം എക്സ്റ്റെൻഡ് ചെയ്ത് കുറേ നേരം ഓടും അത്. പിന്നെ നമ്മുടെ റിസീവർ, അതിപ്പോൾ നമ്മൾ RC കാറിന് എടുത്തപ്പോൾ അയച്ചപ്പോൾ അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് നമ്മൾ കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ടൊക്കെ ഫുള്ളി പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അത് വളരെ മോശമല്ല, അത് രസമില്ല വേണം. അപ്പോൾ അതിന് കാണാതിരിക്കാൻ വേണ്ടി വേറൊരു തെർമോക്കോളിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ വെച്ച് യൂസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു കമ്പി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൂരവും എടുക്കുകയും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പം സംഭവമൊക്കെ വെക്കണ്ടേ. അപ്പോൾ റിമോട്ടിൽ കണ്ടോ ലൈറ്റ് കത്തുന്നത്, അപ്പോൾ കണക്ട് ആയിരുന്ന സാധനം ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ സ്വിച്ച് എത്തുമ്പോൾ വർക്കാണ് കാണാം. ഓക്കെ, അപ്പോൾ ഇച്ചിരി വീഡിയോയിൽ ആദ്യമേ കാണിച്ചതിലും ഇപ്പം കാണിച്ച ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം ക്ഷമിക്കണം, കാരണം അതൊരു ഉദ്ദേശിച്ച പോലെ വന്നില്ല, അതുകൊണ്ടാണ്. സോ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബോട്ട് പോകുന്നത് കണ്ടാലും
സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ എനേബിൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുള്ളൂ. ഓക്കെ, സോ ഫ്രണ്ട്സ്, നല്ല വെയിലുണ്ട്, ഒരു 4-4:15 സമയമായി. ഓക്കെ, അപ്പം ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ ബൈ.